ശരി, നീ എന്നോട് സഹകരിച്ച നിനക്ക് ഞാൻ ആനയും മേടിച്ചു തരും, ആന പിണ്ടം മേടിച്ചു തരും. മറിച്ചാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കല്യാണം അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ആ ഒരു പ്രണയ കഥ? മാട്രിമോണി സൈറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തു. നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ കാണാം, അപ്പൊ നമ്മള് നല്ല പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കും റിക്വസ്റ്റ്. കേട്ട് കൊടുത്തൊന്നുമല്ല, കുറെ പേർക്ക് അയക്കുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് കൊടുത്തു. ആ ഒരാളാണിത്. അപ്പൊ എനിക്ക് എന്റെ ഇത് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ എന്നെ സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു. ഞാനും കുറെ ആൾക്കാരെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവളല്ലാതെ വേറെ പെണ്ണുങ്ങളും എനിക്ക് ഇതുപോലെ, അവർക്കൊക്കെ പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടിയാ. നമുക്കതല്ലല്ലോ ഉദ്ദേശം. ഇപ്പൊ ഈ പഴയ കാമുകിമാരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? നിങ്ങളിപ്പോ ഇത്രയും വൈറലായിട്ട് നിൽക്കുന്ന എന്റെ ഒരു പഴയ കാമുകിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ. അത് അവിടുന്ന് പോയി. ഇതിന്റെ ഒരു ഹോബി അതായിരുന്നു, ലവ് ചെയ്യുക, തേക്കുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ തരണം കേട്ടോ. നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. കാര്യം ഇതിനു വേണ്ടി ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പം അവരോട് എന്താ ശരിക്കും പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഇവര് കമന്റ്സ് ഇട്ട കാര്യമില്ല, ഞാൻ കമന്റ് നോക്കാറില്ല. പിന്നെ നമ്മുടെ ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കാണാൻ താല്പര്യം ഇല്ലാത്തവരെ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് മേലോട്ട് പോയി അടുത്ത വീഡിയോ വരും, അത് കാണുക. ശരിക്കും ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു കപ്പിൾസിന്റെ റീൽസ് ആണ് നമ്മുടെ ഗൗതം ആൻഡ് ആര്യ. ശരിക്കും ഇങ്ങനെയുള്ള റീൽസ്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? നമ്മളെ ഒരു ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ആളല്ലേ, കാണാറുണ്ട്, വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലും കിട്ടുന്ന സപ്പോർട്ടാണോ അതോ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്? അങ്ങനെ കമന്റ്സ് നെഗറ്റീവ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെസ്സേജ് മാത്രമേ അയക്കാറുള്ളൂ നമ്മുടെ ഇൻബോക്സിൽ. അത് അല്ലാതെ ഹേറ്റ് കമന്റ് അങ്ങനെയുള്ളതൊന്നും ഇൻബോക്സിൽ വരാറില്ല. കമന്റ്സിൽ പിന്നെ വരാറുണ്ട്. നമ്മള് പിന്നെ അത് ഭയങ്കര ഞാൻ നോക്കാൻ പോലും ഇല്ല കമന്റ്സ്. എല്ലാ കാര്യമൊന്നുമില്ല. അപ്പോ ശരിക്കും ആര്യ എന്താ ചെയ്യുന്നേ? ഞാൻ CA ഫൈനല് ചെയ്തോണ്ടിരിക്കുകയാണ്, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ആണ്. ഓക്കെ. അപ്പൊ എവിടെ സ്ഥലം രണ്ടുപേരുടെയും? എന്റെ നൂറനാട്. എന്റെ പത്തനംതിട്ട. അപ്പം ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും, ആര്യയുടെ പറഞ്ഞു, ഗൗതം എന്താ ചെയ്യുന്നേ? ഞാൻ സലോണാണ് എനിക്ക് പത്തനംതിട്ടയില് യൂണിസെക്സ് സലോണാണ്. അവിടെയാണ് ഞാനാണ് ഇത് നോക്കുന്നതും ഞാൻ ചെയ്യാറുമുണ്ട്. ഹെയർ കട്ടും കാര്യങ്ങളും, ഹെയറിന്റെ എല്ലാ പരിപാടിയും ഞാൻ ചെയ്യാറുമുണ്ട്. ഓക്കെ, ഒരു ഹെയർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഹെയർ മാത്രം, അല്ലാതെ ബാക്കി കോസ്മെറ്റിക്സ് അതൊന്നുമില്ല, ഹെയർ മാത്രം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആഗ്രഹിച്ചത്, സാധാരണ ഞാൻ ഒരുപാട് കപ്പിൾസിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം അവര് ചെയ്യുന്നത് മറ്റ് വേറൊരു തരത്തിലുള്ള വീഡിയോസ് ആണ്. അപ്പം ഒരു മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള വീഡിയോസ് ആണ്. നിങ്ങളുടെ ഏറ്റവും കൂടുതലും വീഡിയോസ് ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എപ്പോഴും ഒരു ഡബിൾ മീനിങ് അതിനകത്ത് പതുങ്ങിയിരിപ്പുണ്ട്. ശരിക്കും ഈ ഒരു കോൺസെപ്റ്റിന്റെ പിന്നിൽ ആരാണ്? ഞാൻ തന്നെ. അല്ല, എന്താണ് അത് ആക്ച്വലി? അങ്ങനെ ഒരു അതെന്താന്ന് വെച്ചാല്, ഇതുപോലെ നമ്മള് ഒരു 1 year മേളിൽ ആവുന്നേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ. 1 year ആവുന്നേ ഉള്ളൂ. 1 year ഒന്നും, ഒരു മാസം 3 മാസമൊക്കെ ആവുന്നേ ഉള്ളൂ, 1 വർഷം 3 മാസമൊക്കെ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരേ ടൈപ്പ് കപ്പിൾസ് ആണെങ്കിൽ എല്ലാവരും ഒരേ ടൈപ്പ് കണ്ടന്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, ഈ ഭാര്യയെ പേടിച്ച് നടക്കുന്ന ഭർത്താവ് ഭാര്യയുടെ കയ്യിൽ അടി മേടിക്കുന്നു, അങ്ങനെയുള്ള. പിന്നെ ഭർത്താവ് എന്താണ്, ജോലി കഴിഞ്ഞ് വരുമ്പം ഭാര്യ വീട്ടിൽ പരിപാടി ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുക്കുന്നു. ഞാനോട് പറഞ്ഞിട്ട് നമ്മൾക്ക് അങ്ങനെയുള്ള കണ്ടന്റ് ഒന്നും വേണ്ട. പിന്നെ ഞാൻ വെച്ചാൽ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ഒരു ഡബിൾ മീനിങ് ആകുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും റീച്ച് വ്യൂസും ആണല്ലോ വേണ്ടത്. ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്തിട്ട് 10 പേര് കാണണം, 10 പേര് പുറത്തോട്ടിറങ്ങുമ്പോൾ അറിയണം, നമ്മളോട് സംസാരിക്കണം, അങ്ങനെ. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് കുറവാണ്. ഇപ്പൊ എനിക്കൊന്ന് പിന്നെ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയില് വൈറലാകാൻ കുറെ ആളുകൾ ഇപ്പൊ ഈ കണ്ടന്റ് എടുത്തു തുടങ്ങുന്നു. നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇല്ല, മലയാളീസ് ഇല്ല. പുറത്തോട്ടൊക്കെ ഹിന്ദിക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ആരും അങ്ങനെ ഇല്ല, എന്റെ അറിവിലില്ല. ഇപ്പൊ ഒക്കെ പിന്നെ ആയി വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പൊ ചെയ്തിട്ടപ്പോ തന്നെ ആദ്യത്തെ വീഡിയോക്കൊക്കെ തന്നെ നല്ല റീച്ച് വന്നപ്പോ ഞാൻ പിന്നെ അങ്ങ് കണ്ടിന്യൂ ആയി. നമ്മൾ അതേ ചെയ്യണമെന്ന് വിചാരിച്ച് ഇറങ്ങിയതല്ല. അപ്പം ഇതിന് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് നോർമൽ വീഡിയോ ഇടുമ്പം ഈ പറഞ്ഞ പോലെ ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് റീച്ച് ആണല്ലോ വേണ്ടത്. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് അങ്ങനെ ആയി, ആ ഒരു ഓഡിയൻസ് അങ്ങനെ ആയി, അവർക്ക് അത് മതി.
അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആര്യോടാ ചോദിക്കാനുള്ളത്, അതായത് ഇപ്പം ഇങ്ങനൊരു കോണ്ടന്റ് പറഞ്ഞു അല്ലെ ഇങ്ങനൊരു കോൺസെപ്റ്റ് പറഞ്ഞു, സാധാരണ ചില ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയ്യോ അത് വേണോ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും, നമുക്ക് അങ്ങോട്ട് ഇറങ്ങണ്ടേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ട്. അപ്പം ആര്യയുടെ അടുത്ത് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പം ശരിക്കും ആര്യ എങ്ങനെയാണ് പ്രതികരിച്ചത്? ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാൻ, പിന്നെ കുഴപ്പമില്ല ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റായി. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഫസ്റ്റ് കോണ്ടന്റ് ഒക്കെ നമ്മൾ വീഡിയോ ഒക്കെ പുറത്തിറങ്ങി ശേഷം വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു, വീട്ടില് നാട്ടില് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ്? എന്റെ കുഴപ്പമൊന്നുമില്ല, ഇവക്ക് പിന്നെ ഇവരുടെ എല്ലാരും സ്ക്രീൻഷോട്ട് കമന്റ് ഒക്കെ എടുത്ത് അയച്ചിരുന്നു. എല്ലാരും എന്തിനാ ഇങ്ങനത്തെ കണ്ടിട്ട് ചെയ്യുന്നേ, ഭയങ്കര ഉപദേശവും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങ് ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആയിരുന്നു ആ ഒരു ടൈമിൽ. വീട്ടിലൊക്കെ വഴക്ക് പറയുമായിരുന്നു. പിന്നെ നമ്മള് കാര്യമൊക്കെ അത് എടുത്തു കഴിഞ്ഞപ്പോ പിന്നെ നിർത്തി. ഓക്കെ, അപ്പൊ ആര്യ എന്ത് പറയും, തിരിച്ചങ്ങോട്ട് എന്ത് പറയും? ഞാൻ പറഞ്ഞ ഹസ്ബൻഡിന്റെ കൂടെ അല്ലേ, പിന്നെന്താ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പം ലാലേട്ടൻ വന്നിട്ട് പുള്ളിയുടെ ഏത് ലുക്ക് കാണിച്ചൊരു വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടാലും അതിന്റെ താഴെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റ്സ് ഇടാറുണ്ട്. നമ്മളിപ്പം അല്ലേ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോ അതിനുശേഷമാണ് ഏറ്റവും കൂടുതലും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെട്ടത്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള കല്യാണം അറേഞ്ച്ഡ് ആണോ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ആ ഒരു പ്രണയ കഥ? പ്രണയകഥ എന്ന് പറഞ്ഞാല് ഞാൻ MBA പഠിക്കുന്ന സമയത്ത് 2014 കോളേജ് ഏതായിരുന്നു? 2017 സമയത്ത് നമ്മള്, ഏത് കോളേജ്? ഞാൻ DC എന്ന് പറയും, വാഗമണ്ണുള്ള DC മാനേജ്മെന്റ്. അതെ, അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ എന്താണ് ഈ മാരേജ് ഇതുണ്ടല്ലോ, മാട്രിമോണി സൈറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തു. MBA പഠിച്ചപ്പോഴേ ജോലി ഒന്നും ആയിട്ടില്ല. ചുമ്മാ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ അതിനകത്ത് പൈസ ഒക്കെ കൊടുക്കണ്ടേ? ഇല്ല പ്രീമിയം ഇതിന് മെമ്പർഷിപ്പിന് പൈസ കൊടുക്കണ്ടേ. മറ്റേ നമുക്ക് കുറച്ച് റെഫറൻസ് കിട്ടും. റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആൾക്കാരൊക്കെ കാണാം, അപ്പൊ നമ്മൾ നല്ല പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കും റിക്വസ്റ്റ്. അപ്പൊ നമുക്ക് എത്ര പേര് തിരിച്ച് ഇങ്ങോട്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ അങ്ങനെ നല്ല പെൺപിള്ളേരെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കത്തില്ലേ, അപ്പൊ അതിനകത്ത് നമ്പറൊക്കെ ഉണ്ടാവും. ഇതില് 99% പെൺകുട്ടികളുടെ അച്ഛന്മാരുടെ നമ്പറാണ്. ആണ് അല്ല, അത് ഞാൻ പറയാൻ തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കും. അപ്പൊ ചിലരൊക്കെ അക്സെപ്റ്റ് ചെയ്യില്ല, നമുക്ക് അപ്പൊ അറിയണമല്ലോ നമ്മളെ എത്ര പേര് അക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയണമല്ലോ. അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ ഒരാളായിരുന്നു ഇയാൾ. മനസ്സിലായില്ല? ഇയാൾക്കും എന്റെ. അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തവരെയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ തപ്പിയിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കും. ആരും റിപ്ലൈ തന്നിട്ടൊന്നുമില്ല. ഒന്നും ഇല്ല, ഉണ്ടായിരിക്കും, നമ്മൾ അതൊന്നും ഉപയോഗിക്കില്ല, നമുക്ക് ഫേസ്ബുക്ക് ആണെന്നത്തെ മെയിൻ. അങ്ങനെ കൊടുത്ത ഒരാളാണ് ഇയാള്. ഇയാളപ്പം എനിക്ക് ഇങ്ങോട്ട് മെസ്സഞ്ചറില്, ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എന്റെ പേര് തപ്പിയിട്ട് മെസ്സേജ് അയച്ചു. ഓക്കെ ബ്രോ, അങ്ങോട്ട് ഞാൻ കുറെ പേർക്ക് കൊടുത്തു. കുറെ പേർക്ക് കൊടുത്തതിൽ ഒരാളാണ് ഇയാള്. നമ്മളങ്ങനെ ഇന്നയാൾക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുത്തൊന്നുമല്ല, കുറെ പേർക്ക് അയക്കുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് കൊടുത്തു. ആ ഒരാളാണിത്. അപ്പൊ എനിക്ക് എന്റെ ഇത് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ എന്നെ സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. ഞാനും കുറെ ആൾക്കാരെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ എന്റെ ഹോസ്റ്റലിലായപ്പോ എല്ലാവർക്കും ലവ് ഉണ്ട്. അപ്പൊ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ലവ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഹോസ്റ്റലിൽ എല്ലാവർക്കും ലവ് ഉണ്ട്. എന്നാ പിന്നെ ഞാനും ജസ്റ്റ് വെറുതെ മാട്രിമോണിയിൽ എല്ലാരെയും കാണാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തതാ. അപ്പൊ കുറെ പേർക്ക് ഞാൻ റിക്വസ്റ്റ് കൊടുത്തായിരുന്നു. ആ കൂട്ടത്തില് അപ്പത്തിന് റിപ്ലൈ ചെയ്തുകൊണ്ട് സെറ്റായി. അങ്ങനെ മെസ്സേജ് അയച്ചു, പിന്നെ അങ്ങോട്ട് അയച്ചു, ഇങ്ങോട്ട് അയച്ചു, പിന്നെ അങ്ങനെ ലവ് വന്നു. സീരിയസ് ഒന്നും അല്ല, അത് സീരിയസ് ആയിട്ട് തുടങ്ങിയൊന്നും അല്ല. അപ്പം അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എങ്ങനെ സീരിയസ് ആയത്? എങ്ങനെയാ നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും പറച്ചിലും എല്ലാം ആവുമല്ലോ. പിന്നെ വീട്ടിലൊക്കെ അറിഞ്ഞു, പിന്നെ ഗ്രാജുവലായിട്ട് അങ്ങനെ വേണമല്ലോ ഒരാളെ. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞതേ, അതായത് ഇപ്പം മാട്രിമോണിയില് ശരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒരു അനുഭവസ്ഥരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ മെസ്സേജ് അയച്ചു, റിപ്ലൈ വന്നു. അപ്പൊ മാട്രിമോണി കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂല്ലേ? പിന്നെ എനിക്ക് ഇവളല്ലാതെ വേറെ പെണ്ണുങ്ങളും എനിക്കിതുപോലെ, അവർക്കൊക്കെ പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടിയാ. നമുക്കതല്ലല്ലോ ഉദ്ദേശം. അവരൊക്കെ ചിലവരൊക്കെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശത്തിനായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യും. ചില ഇതുപോലെ അവരുടെ ആങ്ങളമാരും അച്ഛന്മാരും ഒക്കെ എന്റെ നമ്പർ കിട്ടുമല്ലോ, അതിനകത്ത് എന്നെ വിളിക്കും. അപ്പൊ ഞാൻ അവരൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടും. പിന്നെ ജോലി എന്തോന്ന് പറയും? ജോലി ഇല്ലല്ലോ നമുക്ക്, അന്ന് പഠിച്ചോണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ നമ്മളങ്ങനെ കുറെ. അപ്പൊ ഇവള് പിന്നെ ആ ഒരു വിഷയമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് മെസ്സേജ് അയച്ച് നമ്മൾ അങ്ങനെ ഒരാളെ
നമ്മൾ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശം അല്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ലവോ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാലോ. അതെ. ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതായത് എക്സ് കാമുകി അങ്ങനെ അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ലാസ്റ്റ് ഇത് നടക്കാതെ പോയ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പഴയ കാമുകിമാരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? നിങ്ങളിപ്പോ ഇത്രയും വൈറലായിട്ട് നിൽക്കുന്ന എന്റെ ഒരു പഴയ കാമുകിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ അത് അവിടുന്ന് പോയി. എനിക്ക് കോണ്ടാക്ട് ഇല്ല, ഇവക്ക് കോണ്ടാക്ട്. അത് തേച്ചതാ. ആരെ തേച്ചു? അല്ല, ഇതിന്റെ ഒരു ഹോബി അതായിരുന്നു, ലവ് ചെയ്യുക, തേക്കുക. ഈശ്വര, മൂർഖനെയാണല്ലോ ചൂസ് ചെയ്തില്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ ഇദ്ദേഹം തേച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് ഇതുപോലെ ഫേസ്ബുക്കിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. അപ്പോഴത്തേക്ക് എന്റെ ഫേസ്ബുക്ക് പാസ്വേഡ് ഒക്കെ പുള്ളിക്കാരി അങ്ങ് ചോദിച്ചു മേടിച്ചു. മേടിച്ചു. അന്ന് ഭയങ്കര ടോക്സിക് ആയിരുന്നു. ഇപ്പൊ അത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ എനിക്ക് മെസ്സേജ് ഇടുമ്പം കാണുമല്ലോ, അങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കമ്പനിയായി. അങ്ങനെ മനസ്സിലായി. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഒരു പ്രണയ കഥ. അല്ല, ഓൾറെഡി ആ ചേച്ചി മെസ്സേജ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ചേച്ചി പുള്ളി വിചാരിച്ചു ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ വീട് സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സിംഗിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോഴാ ചേച്ചി പറഞ്ഞു, ആ ചേച്ചി ഓൾറെഡി കമ്മിറ്റഡ് ആന്ന് പറഞ്ഞപ്പോ ഇപ്പൊ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നൈസായിട്ട് എന്റെയും തേക്കാന്ന് ഓർത്ത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ തരണം കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ലവ് കഥകളൊക്കെ. അപ്പം ഇപ്പം എങ്ങനെയാണ്? നമ്മുടെ പഴയ കാലത്ത് എല്ലാവർക്കും ഇതുപോലെയുള്ള കുറെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറുന്നു, പിന്നെ പുതിയൊരു ഫാമിലി ലൈഫിലേക്ക് പോകുന്നു. ഇപ്പം പ്രസന്റ് ലൈഫ് എങ്ങനെയാണ്? പ്രസന്റ് ലൈഫ് നമ്മളിങ്ങനെ പണിയെടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇങ്ങനെ പോകുന്നു, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പം ഇപ്പോഴും ഈ കോണ്ടന്റ് ഒക്കെ ആരാണ് സെറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? ഞാൻ എടുത്തോണ്ട് വരും, നമ്മളെ കൊണ്ട് അഭിനയിപ്പിക്കും. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് A to Z ഫുൾ സ്ക്രിപ്റ്റ് സാധനങ്ങൾ ഫുള്ള് നമ്മളാണ്. ഓക്കെ. പിന്നെ അതുപോലെ അപ്പം ഇത് കണ്ടതിന് ശേഷം ഏതെങ്കിലും അങ്ങനെ മൂവി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെബ് സീരീസസ് അതിൽ എന്തെങ്കിലും ഒക്കെ അഭിനയിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടോ? വെബ് സീരീസിൽ ഒരാൾ പയ്യനിങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ മൂവി ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ രണ്ടാളും ഭയങ്കര തമാശയാണ് അല്ലേ? അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വരും. അതായത് ഇപ്പം ചില ആളുകൾക്ക് മനസ്സിലാവത്തില്ല, ചില ആളുകൾക്ക് ലാസ്റ്റ് ഇത് എവിടെ വന്ന് നിൽക്കുമെന്ന് നല്ല ഒരു ബോധ്യമുണ്ടോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ, അതായത് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? എനിക്ക് സത്യമായി ദേഷ്യം വരും. നമ്മളിപ്പോ ആ ഒരു ഇതില് ചെയ്തോണ്ടിരിക്കുവായത്തില്ല, അപ്പൊ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ നമുക്കങ്ങ് ഇതായിരിക്കും, എന്താണ് എപ്പോ വരും കറണ്ട്, പിന്നെ നമുക്കങ്ങ് നിരാശയോ ദേഷ്യമോ എന്തൊക്കെ ആയിരിക്കും. അപ്പം ആദ്യത്തെ ആ ഒരു ഫ്ലോ പിന്നെ കറണ്ട് ഒക്കെ വന്നതിന് ശേഷം പിന്നെ ബുദ്ധിമുട്ടാ. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല, ചുരുക്കം വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ആയിട്ടുള്ളൂ കറണ്ട് പോകുന്നതൊക്കെ. അല്ലാതെ നമ്മൾ ചെയ്യുന്നതിനും അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു വട്ടം അങ്ങനെ വന്നായിരുന്നു. അപ്പൊ നമുക്കങ്ങ് ഒരു നിരാശയൊക്കെ വരും, ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പം ഡെയിലി കോണ്ടന്റ് ഇടുവോ അതോ എങ്ങനെയാ? ഡെയിലി ഇടും. എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടും. അപ്പൊ ഈ വീഡിയോയുടെ കോണ്ടന്റ് ഇത്രയും ഗൗതം സെർച്ച് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാ. അപ്പൊ നിങ്ങളുടെ ഈ തിരക്കുള്ള ലൈഫിന്റെ ഇടയിൽ ഇത് എപ്പോൾ ഷൂട്ട് ചെയ്യും, എപ്പോൾ എഡിറ്റ് ചെയ്യും, എപ്പോൾ അപ്ലോഡ് ചെയ്യും? ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാ. പിന്നെ നമുക്ക് എടുക്കാൻ വലിയ താമസമൊന്നുമില്ല, 1/2 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ കടയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി വീഡിയോ എടുപ്പാ. പിന്നെ എഡിറ്റിങ്ങിനൊക്കെ കുറച്ച് സമയമൊക്കെ എടുക്കും, അത് ഞാൻ ഇന്നങ്ങ് ചെയ്തോളുമല്ലോ. അതൊക്കെ ഞങ്ങൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പം അതിന്റെ ആൻസർ ഓൾറെഡി കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡബിൾ മീനിങ് ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട് എടുക്കാൻ ആരാണ് മിടുക്കൻ എന്ന് ചോദിച്ചാൽ ഞാനാണ്. അപ്പം ആദ്യമൊക്കെ ആര്യക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആര്യ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ പറഞ്ഞു തരുമോ? ചിലപ്പം പറഞ്ഞു തരും, അങ്ങനെ ചെയ്യാമെന്ന് പറയും. ഓക്കെ. ഞാൻ ഒരു ചാലഞ്ച് തരാം. അതായത് ഭാര്യ ഒരു ഡബിൾ മീനിങ് ഡയലോഗ് പറയുകയാണ്. അപ്പൊ ഇതിന് ശരിക്കും ഭർത്താവ് അതിന് കൗണ്ടർ അടിക്കണം. പക്ഷെ കൗണ്ടർ അടിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരക്ഷരം പോലും മിണ്ടരുത്, മുഖഭാവം കൊണ്ട് കൗണ്ടർ അടിക്കണം. അതായത് ഇപ്പൊ ആര്യ ഓൾറെഡി അവിടെ ഇരുന്ന് പറയും, ക്യാമറ ഇവിടെ ആണ്, അപ്പൊ ഒരു ഡബിൾ മീനിങ് ഡയലോഗ് പറയും. അപ്പൊ അതിനെ തിരിച്ച് കൗണ്ടർ അടിക്കുകയാണ്. കൗണ്ടർ അടിക്കുന്നത് നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ട് മിണ്ടാതെ മുഖഭാവം കൊണ്ട് ഇത്രയും കോണ്ടന്റ് ഒരു 30 ദിവസം ഉള്ളതിൽ 30 വീഡിയോ എടുത്ത് 30 വീഡിയോയുടെ സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്ന ആളാണ്. അപ്പൊ ആര്യ ഒരു ഡബിൾ മീനിങ് ഡയലോഗ് പറയുന്നു,
ഗൗതം അതിന്റെ കൗണ്ടർ ഫേസ് എക്സ്പ്രഷൻ കൊണ്ട് കാണിക്കുന്നു. അയ്യോ. Just ഒരു ചെറിയ ചലഞ്ച്. അത് ഡബിൾ മീനിങ് എന്ത് പറയാൻ പോകുന്നതാണ്? അത് ആര് പറയും? എന്തെങ്കിലും ഒരു ഡയലോഗ് പറയും. നിങ്ങൾ ചെയ്ത വീഡിയോയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് എടുത്ത് പറഞ്ഞാൽ മതി. അത് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടല്ലോ, അപ്പൊ അതിനകത്തൊന്നും ഒരു ഡയലോഗ് പറയാൻ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. എനിക്ക് ഡബിൾ മീനിങ് അറിയത്തില്ല പറയാൻ. ഈശ്വര. ഓക്കെ, ഡബിൾ മീനിങ് അറിയത്തില്ല. ഡബിൾ മീനിങ് പറയാറില്ല ഞാൻ. കണ്ടാ മാത്രമേ. ഓക്കെ, ഞാൻ ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത്, അതങ്ങ് പറയുന്നേ. ഓക്കെ, എന്താ ഒരു ഡയലോഗ് പറഞ്ഞു കൊടുത്തേ? ഡയലോഗ് എന്ത് പറയണ്ടേന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അല്ല, വീഡിയോക്കകത്ത് ഏതെങ്കിലും ഒരു ഡയലോഗ് എടുത്തിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു എക്സാമ്പിൾ പറയാം. ഉദാഹരണം നമ്മുടെ മീശമാധവൻ സിനിമയില് മറ്റേ അമ്പിളിച്ചേട്ടനുണ്ടല്ലോ, അമ്പിളിച്ചേട്ടൻ അവിടെ ചെല്ലുമ്പം മറ്റേ പട്ടാളം പുരുഷന്റെ ഭാര്യ വന്നിട്ട് പറയും, ദിലീപേട്ടൻ വന്നിട്ട് പറയും, പുരുഷേട്ടൻ രാവിലത്തെ ഇതിന് പോയി എന്ന് പറയുമ്പോ പുള്ളിയുടെ ഒരു സരസു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സാധനം കാണിക്കത്തില്ലേ, അതുപോലെ എക്സ്പ്രഷൻ. അയ്യോ, അങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഞാൻ എങ്ങനെ ഇടാൻ? ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോ നമ്മളങ്ങ് ചെയ്തങ്ങ് പോകുന്നതേ ഉള്ളൂ. ടാസ്ക് ആണോ അത്? ടാസ്ക് വേറെ എന്തെങ്കിലും ടാസ്ക് പറ. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇതുപോലെയുള്ള കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഇപ്പൊ 1 വർഷമായിട്ടുള്ള ഉള്ളൂ ഇൻസ്റ്റ ആയിട്ട്. അപ്പം ഇതുവരെ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, അത് അത്രയും ഫേവറേറ്റ് ആവാനുണ്ടായ ഒരു റീസൺ എന്താണ്? ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയത് നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെയാണ്. അതെന്നാ ഇതുപോലെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇതുപോലെ ഡബിൾ മീനിങ് ഒന്നുമല്ല, നമ്മൾ വിചാരിച്ചില്ല അത് ഭയങ്കര. അത് ഫസ്റ്റ് വീഡിയോ ഉണ്ട്, അതെന്നാ ഡബിൾ മീനിങ് ഒന്നും അല്ല, ഒരു കോമഡി പോലൊരു, ഞാനൊരു സൈക്കോ പോലൊരു സാധനമായിരുന്നു. അത് നല്ലോണം കയറി റീച്ചായി. അതായത് എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഡബിൾ മീനിങ് ഒന്നുമല്ല, അതായത് നമ്മളിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അത് ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇത്രയും കയറി അങ്ങ് പെട്ടെന്ന് റീച്ച് ആവുമെന്ന് വിചാരിക്കത്തുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് തുടക്കത്തിൽ രീതിയിൽ ഇടുന്നല്ലേ ഉള്ളൂ. ഫസ്റ്റ് വീഡിയോ തന്നെ നല്ല റീച്ചായ ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ സെക്കൻഡ് വീഡിയോ അതിലും റീച്ച്. അത് സെക്കൻഡ് വീഡിയോ വന്നിട്ട് 7 or 8 million ഒക്കെ പോയതാ. സെക്കൻഡ് വീഡിയോ ഒക്കെ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഫസ്റ്റ് കേറിയോണ്ട് ചിലപ്പോൾ ഇല്ല. സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഡബിൾ മീനിങ് പോലെ. അത് പക്ഷെ 8 million ഒക്കെ പോയി. രണ്ടാമത്തതും 2 million പോയി. മൂന്നാമത്തെ വീഡിയോ അത് രണ്ടും ഇതുപോലെ ഡബിൾ മീനിങ് ആയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചത് ഈ ഡബിൾ മീനിങ്ങിന് നല്ല ഡിമാൻഡ്, എന്നാ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ വരുന്നു, ഇത്രയും വ്യൂസ് കിട്ടുന്നു, ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു, ഫാൻസ് നിങ്ങളെ ആരാധിക്കുന്ന എന്തായാലും കുറെ ആളുകൾ ഉണ്ടാവും. ശരിക്കും അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് നിങ്ങളോട്? അവരെന്നാൽ നമ്മളെ കാണുമ്പോഴത്തേന് ചേട്ടാ വീഡിയോ ഓടി വന്ന്, നമ്മളപ്പോ അത്രയൊരു എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പുള്ളി അങ്ങനെ പ്രതികരിച്ചായിരുന്നു. നമ്മളെയൊക്കെ വലിയ സിനിമാക്കാരെ കാണുന്ന പോലൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അത് എന്താ പോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്. ഓക്കെ, അപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കുറെ ആളുകൾക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ ഭയങ്കര കമ്പനിയാണ്. അപ്പം സ്ത്രീ ആരാധികമാരൊക്കെ ഒത്തിരി വരാറുണ്ടോ? ഇല്ലില്ല, എല്ലാം ജെൻസ് ആണ് വരുന്നത്. സ്ത്രീ അവരൊന്നും വരാറില്ല. ചിരിയിലുണ്ടല്ലോ. ഇല്ലില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ് ഏറ്റവും കൂടുതലും ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇനിയിപ്പം എന്താണ് ഇനിയിപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? അതായത് ഇപ്പം ഈ വീഡിയോ പ്ലാറ്റ്ഫോമിൽ നിന്നും അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെ പോകണോ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? യൂട്യൂബിനകത്ത് കുറച്ചുകൂടെ ഒക്കെ ലോങ് വീഡിയോസ് ഒക്കെ സീരീസ് പോലെയുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്ലാൻ യൂട്യൂബില്. നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ ചെയ്തോണ്ടിരിക്കുന്ന അങ്ങോട്ട് ഇടുന്നേ ഉള്ളൂ, ഷോർട്സ് ആയിട്ട് ഇടുന്നത്. പിന്നെ ലോങ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. സീരീസ് ഒക്കെ പോലെ ടു ബി കണ്ടിന്യൂഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ചെയ്യുമല്ലോ. 3 എപ്പിസോഡൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ബ്രോ, ഇനി അടുത്ത ഒരു ചെറിയൊരു ചലഞ്ചാണേ. ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മാട്രിമോണി വഴി കണ്ടെത്തിയ ഒരാളാണ് താങ്കളുടെ ഭാര്യ. അപ്പോൾ ഈ ഭാര്യയെ പ്രപ്പോസ് ചെയ്യണം. പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഗൗതമ കുറെ മിമിക്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു എന്ന് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3 ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസിൽ 3 ഡിഫറെന്റ് ആയിട്ടുള്ള മോഡുലേഷനിൽ ഒന്ന് ഭാര്യയെ പ്രപ്പോസ് ചെയ്യാൻ പറ്റും? ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കാര്യമായുണ്ട്. ഓക്കെ, നീ എന്നോട് സഹകരിച്ച നിനക്ക് ഞാൻ ആനയും മേടിച്ചു തരും, ആന പിണ്ടം മേടിച്ചു തരും, മറിച്ചാണെങ്കിൽ
ഇങ്ങനാണോ പ്രപ്പോസ് അല്ല ഉമർ പ്രപ്പോസ് ചെയ്തത് ഓക്കെ ഓക്കെ ഉമറിന് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ അറിയുന്നുള്ളു. അപ്പൊ ഇനി അടുത്തത് നമുക്ക് മധു സാറിന് മധു സാറ് നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഈ കിടപ്പുറത്ത് പാടി പാടി മരിക്കും. വരില്ലേ നീ, കൂടെ വരില്ലേ നീ? ഓക്കെ, ഇനി മൂന്നാമത്തെ ആള് നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ആരെങ്കിലും? ഇല്ല, പഴയത്. ഞാനത് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ Okay, ചെയ്തോണ്ടിരുന്നു. okay. വർഷം എത്ര അറിയാം. പിന്നെ നമ്മളിതൊക്കെ അങ്ങ് വിട്ട്. അപ്പൊ ഇനി അത് നമുക്ക് പുതിയ കാലഘട്ടത്തില് അല്ല പഴയ കാലഘട്ടത്തില് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും? നസീറിന് നോക്കാം. നമുക്ക് എല്ലാം പഴയ ആൾക്കാരാണ്. മണ്ടിപ്പെണ്ണേ ഒന്ന് പറ്റും. ഒരു വട്ടം കൊള്ളായിരുന്നു, നല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു, കൊള്ളായിരുന്നു, നൈസ് ആയിട്ടുണ്ട്. നസീറിന്റെ ഡയലോഗ് പറയുന്നുണ്ട്. മണ്ടിപ്പെണ്ണേ എനിക്ക് നിന്നോട് വളരെ ഇഷ്ടമാണ്, നമുക്ക് മരം ചുറ്റി പ്രേമം കളിക്കാം. ഇതൊക്കെ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയ കാര്യങ്ങളല്ലേ? പണ്ട് സ്കൂളിലൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ കുറെ ആൾക്കാരെല്ലാം പോയി. ഓക്കെ, ഇനി ആര് നോർമൽ വോയിസിൽ ഒന്ന് പ്രപ്പോസ് ചെയ്തേ? ഒരു വട്ടാണോ? ഒരു വട്ടം ഒന്ന് പ്രപ്പോസ് ചെയ്താൽ മതി. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല, നമുക്കറിയാമോന്ന് ഇവർക്കും അറിയില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയും. അതെ. ഓക്കെ, എങ്കിൽ പോട്ടെ, പ്രപ്പോസൽ അവിടെ നിൽക്കട്ടെ. ഭർത്താവിനെ കുറിച്ച് പുകഴ്ത്തി ഒരു 5 കാര്യങ്ങൾ, അതായത് ഇഷ്ടമുള്ള പുകഴ്ത്തി ഒരു 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഭയങ്കര ഫ്രീഡം തരും, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, പിന്നെ എന്ത് കുക്ക് ചെയ്ത് എടുത്താലും കഴിച്ചോളും, ഒരഭിപ്രായം ഇല്ല, നമ്മൾ എവിടെ പോയാലും കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ഫുൾ ഫ്രീഡമാ. പിന്നെ ഭയങ്കര സപ്പോർട്ടിങ് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എന്ത് കുക്ക് ചെയ്ത് തന്നാലും കഴിക്കും, ഒന്നും പറയത്തില്ല തിരിച്ച്, എരി പോരാ പുളി ടേസ്റ്റ് അറിയത്തില്ല. ഓക്കെ, അപ്പോ ഇഷ്ടമല്ലാത്ത ഒരു 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അതേ ഉള്ളൂ. അപ്പൊ അത് 10 ആക്കണമെങ്കിൽ 10 ആക്കാം, 15 കുഴപ്പമില്ല. കഴിക്കുന്ന പാത്രം ഒന്നും ജസ്റ്റ് വെറുതെ പോലും എടുത്ത് വെക്കത്തില്ല. ഞാൻ ഇനി എത്ര ദിവസം വീട്ടിലില്ലല്ലോ അത് അതുകൊണ്ട് തന്നെ കഴുകാറങ്ങിയിടും. പിന്നെ എന്തുവാ, ഒരു ഭയങ്കര ദേഷ്യവാ. ഇപ്പൊ ഒരു ദിവസം നമുക്ക് വീഡിയോ ചെയ്യാൻ ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര വൈലന്റ് ആയിരിക്കും, ഭയങ്കര പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞാലും ഇങ്ങനെ പൊട്ടിത്തെറിച്ചോണ്ടിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭയങ്കര ഷൗട്ട് ചെയ്യും. പിന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കിടക്കുക. പിന്നെന്തുവാ, നമ്മളോടിപ്പോ നമ്മളിപ്പോ ഒരുങ്ങി എങ്ങനെയുണ്ടെന്നൊരു അഭിപ്രായം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. പിന്നെ ബോഡി ഷേവിങ് ചെയ്യും. പിന്നെ ബോഡി ഷേവിങ് ഒന്നും ആരും ചെയ്യത്തില്ല. പിന്നെന്താ, എല്ലാം ഒരു കാര്യം നമ്മള് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് പറയണം. പിന്നെ എങ്ങനെ ട്രിപ്പ് ഒന്നും വരുന്നതെന്ന് ഇഷ്ടമല്ല. അത് മാത്രമല്ല, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും. നമ്മളോട് വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ മിണ്ടത്തുള്ളൂ, അല്ലെങ്കിൽ മിണ്ടത്തില്ല, ഫോണില്ല ഫുൾ ടൈം. പിന്നെ പിന്നെ ഒരു പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാന്നൊന്നും പറഞ്ഞൊന്നും വരത്തില്ല. നീ വേണേ പോയിട്ട് വാ, ആ ഒരു മൈൻഡ് സെറ്റാണ്. പിന്നെ റൊമാൻറ്റിക് ഒന്നുമല്ല, ഒട്ടും റൊമാൻറ്റിക് അല്ല. ഒരു പൂ ചോദിച്ചൊരു പൂക്കാരൻ തന്നു പറഞ്ഞ പോലെ 5 എണ്ണം ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആര്യയെ കുറിച്ച് ഒരു 5 കാര്യങ്ങളൊന്ന് പുകഴ്ത്തി പറയാൻ പറ്റുമോ? പുകഴ്ത്തി പറയാനോ? പുകഴ്ത്തി പറയാൻ മെയിനായിട്ട് പറയാനുള്ളത്, ഇപ്പൊ നമ്മളൊരു വഴക്കിടുവാണെങ്കിൽ ഫസ്റ്റ് ഇവളായിരിക്കും വന്ന് സോറി കോംപ്രമൈസ് അല്ലെ സോറി എന്തുവാണെങ്കിലും. നമുക്കൊക്കെ എനിക്ക് ഇച്ചിരി ഈഗോ കൂടുതലുള്ള അപ്പം നമ്മൾ അത് മാക്സിമം നമ്മൾ വലിച്ചു നീട്ടാൻ നോക്കും. പക്ഷെ ഇവളത് മാക്സിമം
അതിൻ്റെ ഇത് കുറേ അങ്ങനെ മിണ്ടാതൊന്നും ഇരിക്കത്തൊന്നുമില്ല. കുറച്ച് വഴക്കൊരു ഇപ്പം എന്തായാലും വഴക്ക് കാണുമല്ലോ, എന്തെങ്കിലും വഴക്കുണ്ടല്ലോ. അപ്പം ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഏറ്റവും ഇതുള്ളത്. ഇവളായിരിക്കും വന്ന് ഫസ്റ്റ് സോറി പറഞ്ഞതൊന്ന് സോൾവ് ആക്കുന്നത്. അല്ലെ നമ്മളത് ഞാനൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് അങ്ങ് ഇരിക്കും 2-3 ദിവസമൊക്കെ അതും പിടിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവള് പറഞ്ഞ് നമ്മൾ അപ്പോഴേ അങ്ങ് സെറ്റ് അങ്ങ് ആക്കും. പിന്നെ കുഴപ്പമില്ല അത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് പിന്നെ പിന്നെ സപ്പോർട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ തന്നെ അതെ ഇതേലത്തെ വീഡിയോ വേറെ ആൾക്കാർക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഒരു ഇത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഇവളും ചെയ്യുന്നു. ആ ഒരു സപ്പോർട്ടാണ്. എന്നാലും വീഡിയോ ചെയ്യാൻ ഇച്ചിരി മടിയൊക്കെ ആണെങ്കിലും വന്ന് ചെയ്യും, ചെയ്തു തന്നോളും, കുഴപ്പമൊന്നുമില്ല. വേറെ ഇതൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് രണ്ടായതേ ഉള്ളൂ, ഇനിയുണ്ട് 3 വേറെ ഇപ്പൊ എന്താ ഉള്ളത്. പിന്നെ നമുക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉണ്ട്. അല്ല നമ്മുടെ മെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടുത്തൊന്നുമില്ല ഈ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് വരുന്നു, അതുപോലെ തിരിച്ച് ഇത് എന്താണ് സ്വന്തം കാര്യത്തിൽ അങ്ങനെ കൊടുക്കും. ഇതൊക്കെ ഉള്ളൂ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറ. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊറിച്ചില് കൂടുതലാണ്. ചിലപ്പോ നല്ല അന്യന്റെ കൂട്ടാ, ചിലപ്പോ അമ്മയായിരിക്കും, ചിലപ്പോ അന്യനായിരിക്കും, ചിലപ്പോ ആണെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങ് വേറൊരാളായിട്ട് നമ്മൾ ഭയങ്കര അങ്ങ് ചൊറിച്ചിലായിരിക്കും. ആ ചൊറിയുന്ന ഏർപ്പാടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഒരേ രീതി നിൽക്കത്തില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തില്ല. പിന്നെ അങ്ങ് ഡിപ്രഷനാ ചില സമയത്തൊക്കെ. അതൊക്കെ എനിക്ക് പിന്നെ കൺസിസ്റ്റൻസി ഇല്ല, അത് മെയിൻ. ഒരു കാര്യം നമ്മളിപ്പം എന്തുവാണെങ്കിലും ഇപ്പൊ ഡയറ്റ് ആണെങ്കിലും എന്തുവാണെങ്കിലും ഒരു കൺസിസ്റ്റൻസി ഇല്ല. 2 ദിവസത്തേനെ കാണത്തുള്ളൂ, പിന്നെ പഴയ പോലെ അങ്ങ് മാറിക്കോളും, പഴയ പോലെ അങ്ങ് കാണും. വർഷങ്ങൾ കൊണ്ട് ആ ഒരു പരിപാടി, അതൊക്കെ ഉള്ളൂ ഇഷ്ടമല്ലാത്തത്. പിന്നെ ഈ ചൊറിച്ചിലും അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യം കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ 2 ഒക്കെ അടിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കഴിക്കാറില്ല. അതിന്റെ കൂടി സിഗരറ്റാ, വലിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഇഷ്ടമല്ലാത്തത്. അത് പുള്ളി കറക്റ്റ് ആയിട്ട് 3 കാര്യങ്ങൾ ഇഷ്ടമുള്ളതും 3 കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തതും തുറന്നു പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു ഗെയിം ഇവിടെ കഴിഞ്ഞു. ശരിക്കും നമ്മുടെ ലൈഫ് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ചെയ്യും. അത് കാണേണ്ടവർക്ക് കാണാം, വേണ്ടാത്തവർക്ക് വേണ്ട. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അവരോട് എന്ത് പറയാൻ? ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്താലും നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. കാര്യം ഇതിനു വേണ്ടി ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പം അവരോട് എന്താ ശരിക്കും പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഇവർ കമൻറ്റ്സ് ഇട്ട കാര്യമില്ല, ഞാൻ കമൻറ്റ് നോക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ചിലപ്പം ഇങ്ങനെ നോക്കുമ്പം നമ്മൾ കാണുമ്പം ദേഷ്യം വരും. പക്ഷെ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറില്ല. റിപ്ലൈ കൊടുക്കാൻ തുടങ്ങിയാൽ കൊടുത്തോണ്ടിരിക്കേണ്ടത്. അവർ തിരിച്ച് ഇങ്ങോട്ട് തരും, നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കമൻറ്റ് കൊടുക്കാത്തത്. കാരണം ഞാൻ പറയില്ല, ഈഗോയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടേ ഇരിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം കമൻറ്റ് നോക്കാറില്ല. പിന്നെ നേരത്തെയൊക്കെ എനിക്കപ്പോൾ കാണുമ്പോൾ ചൊറിഞ്ഞൊക്കെ വരും. പിന്നെ ഞാൻ കമന്റ് കണ്ടല്ലേ, ഞാൻ യൂസ്ഡ് ആയി, അതുകൊണ്ട് ഞാനങ്ങ് വിടത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇഷ്ടമാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലാത്തവർ ഒന്നെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് മേലോട്ട് പോയി അടുത്ത വീഡിയോ വരും, അത് കാണുക. നമ്മൾ ഈ പോസിറ്റീവ് വീഡിയോസ് ഇടുമ്പോഴും അതിന്റെ താഴെ വന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഉണ്ട്. അങ്ങനെ ഒരെണ്ണം ചെയ്തായിരുന്നു ഇത്. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായി പോയി. നമ്മളത് പോസിറ്റീവായിട്ടുള്ള ഒരു ഫൺ പോലെ ചെയ്തതാണ്. അപ്പൊ അതിന്റെ അതെന്ത് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു സ്കാം പോലെ ഒരു വീഡിയോ. അതിനകത്ത് ഇവക്ക് ഞാനാണെങ്കിൽ എന്താണ് ഒരു ഫോണിന്റെ കവറിനകത്ത് പഴം വെച്ച് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ അത് അവരുടെ ഡെലിവറി ചാർജ് അടിച്ചു മാറ്റാനുള്ള ഒരു ഇതാണ്. പക്ഷെ നമ്മൾ ഈ പഴം വേറൊന്നിനും വെച്ചതല്ല, അത് ഉദ്ദേശിച്ച് വെച്ചതേ അല്ല. അവരത് തുറന്നു കണ്ടിട്ട് ഇവര് പഴം നീ അതിന് കൊടുത്തെന്ന് പറഞ്ഞു. ഞാനത് ഉദ്ദേശിച്ച് ചെയ്ത പോലും അല്ല, നമ്മളൊരു സ്കാം പോലെ ചെയ്തപ്പോ എന്തെങ്കിലും അകത്ത് വെക്കണം എന്നുള്ളതിൽ. അപ്പൊ അവരത് അങ്ങനെ ആക്കി കുറെ കമന്റ് അങ്ങനെ വന്നു. ചിലപ്പോ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവരങ്ങനെ ആയത്. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എത്ര നെഗറ്റീവ് കമന്റ്സ് വന്നാലും എന്ത് വന്നാലും ഈ വീഡിയോ ചെയ്യുന്നത് തുടരും. അതെ, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് പോവല്ലേ. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു.